പക്ഷേ ഇങ്ങനൊരു കോമ്പിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ, അതായത് ഓൾറെഡി റിസർച്ചിൽ തന്നെ പറയുന്നു വെറും ആൻറ്റിബയോട്ടിക്, കാരണം ഈ ഈക്കോളൈ ബാക്ടീരിയ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഡോസ് ഒന്നും മതിയാവാതെ പിന്നെയും ഇതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം പിന്നെയും നമ്മൾ ആൻറ്റിബയോട്ടിക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ക്ലിയർ ആകത്തില്ല. ആകുന്ന കണ്ടീഷനുണ്ട്. ഇനി ആകാത്ത കണ്ടീഷനിൽ നമ്മൾ അതിനകത്ത് കുറച്ച് പുതിയ മെത്തഡുകളും കൂടെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഹലോ എവരിവൺ, ഐ എം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ട്, പലതരം ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നാലും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ. അതുകൊണ്ട് ഇപ്പം എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡിയിൽ നമുക്കത് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പല രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും. അത് എന്താ പറയുക, ഈ ക്ലെപ്സെല്ലയും അതേപോലെ ഈക്കോലൈ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. പക്ഷേ അതൊരു 80% ഈക്കോലൈ ബാക്ടീരിയ ആണ് നമ്മുടെ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പം പൊതുവെ എന്നാന്ന് വെച്ചാൽ, നമ്മളൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ മൂത്രം ഒഴിക്കുമ്പോഴുള്ള പുകച്ചിലുണ്ടാകുന്നത്, ബേണിംഗ് മിച്ചുറേഷൻ ഉണ്ടാകുന്നത്, ചിലപ്പോൾ ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ ഈ അടിവയറ്റിൽ വേദന ഉണ്ടാകുന്നത്, നടുവേദന ഉണ്ടാകുന്നത്, ഈ ഉള്ളിലുള്ള പനി ഉണ്ടാകുന്നത്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴത്തേനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഭൂരിഭാഗം സാഹചര്യങ്ങളിലും ആൻറ്റിബയോട്ടിക് തരും. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കും. ആൻറ്റിബയോട്ടിക് കഴിച്ചേച്ചും ക്ലിയർ ആകുന്നില്ല. അങ്ങനെ പിന്നെ രണ്ടാമത് പോയിട്ട് ഇനിയും കൾച്ചർ ചെയ്ത് വീണ്ടും ഏത് ബാക്ടീരിയ എന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേനും ഈ പറയുന്ന ഈക്കോലൈ ബാക്ടീരിയയുടെ ഒക്കെ എന്താ പറയുക റെസിസ്റ്റൻസ്, ഇത് ആൻറ്റിബയോട്ടിക്കിനുള്ള ഒരു റെസിസ്റ്റൻസ് അവരുടെ സ്വന്തം സെല്ലിൻ്റെ ഉള്ളിൽ മാറ്റം വരികയും പിന്നെ നമ്മൾ പലത് ചെയ്താലും മാറ്റം വരാത്തൊരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രീതികളുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. കാരണം ഭൂരിഭാഗം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അത് അവരുടെ സ്ത്രീ ശരീര ശാസ്ത്രത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏരിയയിൽ വജൈനയും നമ്മുടെ ഏനസുമായിട്ട് അധികം ഗ്യാപ്പില്ല, വളരെ അടുത്താണ്. പിന്നെ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പോലെ പ്രൊജക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വളരെ ഈസി ആയിട്ട് മലദ്വാരത്തുനിന്ന് ഈ പറയുന്ന ഈക്കോലൈ ബാക്ടീരിയകൾ വെജൈനൽ ട്രാക്കിലേക്ക് കയറുകയും യൂറിനറി ട്രാക്കിൽ വന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ എത്ര ഹൈജീനിക് ആയിട്ട് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന കുടൽ ഗട്ട് തൊട്ട് അത് യൂറിനറി ട്രാക്റ്റിലേക്ക് വന്ന് കയറുന്ന ഒരു കണ്ടീഷനാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പറയുന്ന പോലെ ഈക്കോലൈ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80% നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഈക്കോലൈ ബാക്ടീരിയ ആണ്. അപ്പോൾ ഈക്കോലൈ ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കത് കൾച്ചർ ചെയ്താൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നാലും കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. പക്ഷേ വേറെ ബാക്ടീരിയാസ് ഉണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇതൊരു സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഈക്കോലൈ ആണ് ഏറ്റവും കൂടുതൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു സ്റ്റഡിയാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റഡിയിൽ പറഞ്ഞേക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കോസ്ഡ് ബൈ യൂറോപാത്തോജനിക് എസ്ചെറിഷ്യ കോളൈ സ്ട്രെയിൻസ്, ന്യൂ സ്ട്രാറ്റജീസ് ഫോർ ആൻ ഓൾഡ് പാത്തോജൻ. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് മാത്രം എടുത്തുകൊണ്ടിരുന്ന ഒന്നും ക്ലിയർ ആകുന്ന ഒരു കാര്യമല്ല. അത് ആകും, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നോർമൽ ഇത് മാത്രമല്ലാതെ പുതിയ സ്ട്രാറ്റജികൾ എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റഡിയിൽ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഇത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിന് കുറച്ച് സ്ട്രാറ്റജികളുണ്ട്. ആ ന്യൂ സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നുള്ളത് അത് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്ഥിരമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നവരാണ്, സ്ഥിരമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നവരാണ്, ബുദ്ധിമുട്ടുണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളത്
അത് ഓക്കെ, ആൻറ്റിബയോട്ടിക്സ് എടുക്കുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതെല്ലാം ഓക്കെ. പക്ഷേ അതല്ലാതെ നമുക്ക് വീണ്ടും വരാതിരിക്കാനും വന്നത് നമുക്കൊന്ന് മാനേജ് ചെയ്യാനുമായിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കുറച്ച് മെത്തഡുകളാണ്. അതായത് നമ്മൾ പറഞ്ഞു ഗട്ട് എങ്ങനെയാണ് ഈക്കോലൈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഈക്കോലൈ ബാക്ടീരിയകൾ വരുന്നത് മലദ്വാരത്തിൽ നിന്ന് യൂറിനറി ട്രാക്റ്റിലേക്ക് കയറി വന്നിട്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഈ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് സപ്ലൈ ചെയ്യണം കുടലിലേക്ക്. എന്നിട്ട് കുടലിലെ ഹെൽത്ത് ക്ലിയർ ആക്കിയിട്ട് ഈ പറയുന്ന അൺഹെൽത്തി ബാക്ടീരിയകളെയൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുപോകേണ്ടതാണ്. എന്നിട്ട് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ നമ്മൾ കുടലിലെ pH ലെവലൊക്കെ ഒന്ന് നോർമലാക്കി ഫംഗ്ഷനിങ് ആക്കി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ ചീത്ത ബാക്ടീരിയകളുടെ ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ പുനർനവം എന്ന് പറഞ്ഞാൽ ഈ തഴുതാമ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തോരൻ അരച്ച് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് കഴിക്കാം. ഇതും വളരെ നല്ല അതായിട്ട് നമുക്ക് ഈ പറയുന്ന ഈക്കോലൈ ബാക്ടീരിയയെ ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ ട്രിബിലസ് എന്ന് പറയുന്നത് ഞെരിഞ്ഞിൽ എന്ന് പറയും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. കാരണം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഗട്ടിലുള്ള കുടലിലെ കണ്ടീഷൻ ക്ലിയർ ആക്കാനും ഈക്കോലൈ ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഇതിൽ ഇല്ല എന്നാലും വേറൊരു ഇടം കൂടെ പറയാം. നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ നമ്മൾ അറിയാമല്ലോ. അപ്പോൾ ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത് അത് ഒരു ടീസ്പൂൺ എടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച ശേഷം ഭക്ഷണത്തിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമ്മുടെ കുടലിലെ കണ്ടീഷൻ ക്ലിയർ ആക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് കഴിക്കുന്നവർക്ക് ഈ ഹൈപ്പർ അസിഡിറ്റി വല്ലാതെ പുളിച്ച കെട്ടൽ പ്രശ്നമുള്ളവർക്ക് അത് പ്രശ്നം നല്ലതാണോന്നില്ല. പക്ഷേ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. പക്ഷേ ഇങ്ങനൊരു കോമ്പിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ, അതായത് ഓൾറെഡി റിസർച്ചിൽ തന്നെ പറയുന്നു വെറും ആൻറ്റിബയോട്ടിക്. കാരണം ഈ ഈക്കോലൈ ബാക്ടീരിയ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഡോസ് ഒന്നും മതിയാവാതെ പിന്നെയും ഇതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം പിന്നെയും നമ്മൾ ആൻറ്റിബയോട്ടിക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ക്ലിയർ ആകത്തില്ല. ആകുന്ന കണ്ടീഷനുണ്ട്. ഇനി ആകാത്ത കണ്ടീഷനിൽ നമ്മൾ അതിനകത്ത് കുറച്ച് പുതിയ മെത്തഡുകളും കൂടെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ കുറച്ച് നാച്ചുറൽ മെത്തഡുകളാണ് നമ്മൾ ഇതിനകത്ത് പ്രോബയോട്ടിക് എന്താണ്, പ്രീബയോട്ടിക് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിത് ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും വരാതിരിക്കാനും സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.